ഒരാൾ ഏതെങ്കിലും തരത്തിലുള്ള ലഹരി ഉപയോഗിച്ചാൽ, മദ്യമോ മയക്കുമരുന്നോ ഹാഷിഷോ കൊക്കൈനോ MDMA ഇന്നത്തെ കാലഘട്ടത്തിൽ പറയുന്ന ഏത് തരത്തിലുള്ള പേരിട്ട് വിളിച്ചാലും മനുഷ്യന്റെ ബുദ്ധിയെ മറപ്പിച്ച് കളയുന്ന ഏത് സാധനം ഒരാൾ ഉപയോഗിച്ചാൽ അള്ളാഹുവിന്റെ പരിശുദ്ധ റസൂൽ പരിചയപ്പെടുത്തുന്നു, അവനിൽ നിന്ന് ഈമാൻ അള്ളാഹു ഊരിയെടുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കമാ യൻസിഉ ഖമീസഹു മിൻ റഅസിഹി, ഒരാൾ അയാളുടെ തലവഴി വസ്ത്രം ഏതുപോലെയാണോ ഊരിയെടുക്കുന്നത് അതുപോലെ ഈമാൻ അവനിൽ നിന്ന് അല്ലാഹു ഊരിയെടുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ലഹരി ഉപയോഗിക്കുന്നവരിൽ നിന്നും വസ്ത്രം ഉരിഞ്ഞെടുക്കുന്നത് പോലെ അവന്റെ ഈമാൻ അല്ലാഹു ഊരിയെടുക്കും. പിന്നീട് അവൻ മുഅ്മിനല്ല, പിന്നീട് അവനെ കുറിച്ച് മുഅ്മിൻ എന്ന സ്ഥാനത്തിന് അർഹനല്ല. ലഹരി ഉപയോഗിക്കുന്നവനിൽ നിന്നും ഈമാൻ നഷ്ടപ്പെട്ടു പോവുകയാണ്. പിന്നെ അവന്റെ ആധാർ കാർഡിൽ അവൻ മുസ്ലിമായിരിക്കും. അവന്റെ ജാതിയും മതവും ചോദിക്കുന്നിടത്ത് സർട്ടിഫിക്കറ്റിൽ ഇസ്ലാം മുസ്ലിം എന്ന് പറയാം. പക്ഷേ അവൻ യഥാർത്ഥത്തിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ അടുക്കൽ മുസ്ലിമല്ല. അവന് മുസ്ലിം എന്ന ഐഡന്റിറ്റിക്ക് യാതൊരു തരത്തിലും അർഹതയുമില്ല. കാരണം അവൻ ലഹരി ഉപയോഗിച്ചിട്ടുണ്ട്. ലഹരി ഉപയോഗിക്കുന്നവരിൽ നിന്നും ഈമാനിനെ ഊരിയെടുത്തു. എത്രത്തോളം ഗൗരവമാണ് ഈ ഹദീസ് എന്ന് ആലോചിക്കണം. മുസ്ലിം അല്ല എന്നാണ് പറയുന്നത്. മുസ്ലിം അല്ല എന്ന് പറഞ്ഞാൽ അവന്റെ ഈമാൻ റബ്ബ് ഊരിയെടുത്തു എന്ന് പറഞ്ഞാൽ പിന്നെ അവൻ മുസ്ലിം അല്ല, മുസ്ലിം ഐഡന്റിറ്റിക്ക് അർഹനല്ല. മുസ്ലിമീങ്ങളുടെ ഖബർസ്ഥാനിൽ അവനെ ഖബറടക്കാൻ പാടില്ല എന്ന് അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരുണ്ട്. ലഹരി ഉപയോഗിക്കുന്നവനെ മുസ്ലിമീങ്ങളുടെ ഖബർസ്ഥാനിൽ ഖബറടക്കരുത് എന്ന് പറഞ്ഞവരുണ്ട്. കാരണം അവനെ അവിടെ കൊണ്ടുപോയി ഖബറടക്കിയാൽ അവൻ കാരണം ബാക്കിയുള്ള ആളുകൾക്ക് പോലും അവന്റെ അലാപറങ്ങും എന്ന് പഠിപ്പിച്ച് വെച്ചുപോയ തലമുറയിലുള്ള പണ്ഡിതന്മാരുണ്ട്. മുഹദ്ദിസുകളും മുഫസ്സിറുകളുമായ ഇമാമികളുണ്ട്. അത്രത്തോളം കഠിനമാണ്. ഒരുത്തനെ കൊണ്ടുപോയി ലഹരി ഉപയോഗിക്കുന്ന മുദമ്മിനുൽ ഹംറായ നിരന്തരം ലഹരി ഉപയോഗിക്കുന്ന ഒരുത്തനെ കൊണ്ടുപോയി മുസ്ലിമീങ്ങളുടെ ഖബർസ്ഥാനിൽ ഖബറടക്കിയാൽ ഒരു പക്ഷേ അവനെ ബാധിക്കുന്ന അദാബ് ബാക്കിയുള്ള ഖബറാളികൾക്കും ബാധിച്ചേക്കാമെന്ന് പറഞ്ഞ് ചരിത്ര സഹിതം അതിലെ ഇമാമിങ്ങൾ തെളിയിക്കുന്നുണ്ട്. നമ്മളിതിന്റെ ഗൗരവം തിരിച്ചറിയുന്നില്ല. ഒരല്പസമയത്തെ രസത്തിന് വേണ്ടിയിട്ട് കൂട്ടുകാരന്റെ കല്യാണത്തിന് ആഘോഷങ്ങളിൽ ഇപ്പോ ഓണം നടന്നുകൊണ്ടിരിക്കുമ്പോ അവിടെ ഒക്കെയും മതേതരത്വം തെളിയിക്കാൻ അതൊക്കെയാണല്ലോ. ഞാൻ ഒറ്റയ്ക്ക് മാറി നിന്നാൽ ഞാനൊരു മുസ്ലിം ആണെന്ന് പറഞ്ഞിട്ട് മാറി നിൽക്കാൻ പറ്റൂല. അവിടെ എന്റെ മതേതരത്വത്തിന്റെ ചോദ്യം